Hi. In the last class, we have learned the first 7 principles of Henry Fayol. Today, we are going to discuss about the remaining 7 principles of Henry Fayol for management. The 8th one, centralization and decentralization. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. Centralization means concentration of authority or concentration of decision making power at the top level. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം അല്ലെങ്കിൽ അതോറിറ്റി, അധികാരം എന്നുള്ളത് ഉന്നത തലങ്ങളിൽ ഒതുങ്ങിക്കൂടുന്നതിനെ പറയുന്ന പേരാണ് കേന്ദ്രീകരണം അഥവാ സെൻട്രലൈസേഷൻ. ഡീസെൻട്രലൈസേഷൻ മീൻസ് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ടു ലോവർ ലെവൽസ്. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം കീഴ്ത്തലങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നതിനെ പറയുന്നതാണ് വികേന്ദ്രീകരണം. സെൻട്രലൈസേഷൻ മീൻസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പവർ അറ്റ് ടോപ്പ് ലെവൽസ്. Decentralization means dispersal of authority to lower levels. Fayol states that there must be a balance between both the centralization and decentralization. രണ്ടും തമ്മിൽ ഒരു സന്തുലനം വേണം. എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ് ചെയ്യരുത്, എല്ലാ കാര്യങ്ങളും ഡീസെൻട്രലൈസ് ചെയ്യരുത്. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനകത്ത് ചില കാര്യങ്ങൾ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, മീൻസ് നോൺ റെക്കറിങ് നേച്ചറുള്ള കാര്യങ്ങളുണ്ടാകാം. അതേസമയം പതിവായി സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടാവാം, റൂട്ടീൻ ആക്ടിവിറ്റീസ് ഉണ്ടാവാം. ഇതിൽ റൂട്ടീൻ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം കീഴ്ത്തലങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. സുപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം ആർക്ക്? ടോപ്പ് ലെവലിന്. അല്ലാതെ സ്ഥാപനത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ പോലും സ്വന്തം നിലയ്ക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ ലോവർ ലെവലിന് ഉണ്ടാകരുത്. സ്വാഭാവികമായിട്ടും എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം ടോപ്പ് ലെവലിൽ നിന്നാണ് വരുന്നത് എങ്കിൽ there is a possibility for arising delay in decision making. So in order to avoid such a situation, the decision making power in relation with routine matters are to be given to lower levels. Then the decisions related with important matters are to be taken by the top level management. So this principle states that there must be a balance between both centralization and decentralization. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും തമ്മിൽ ഒരു സന്തുലനം വേണം. സ്ഥാപനത്തിലെ സുപ്രധാനമായ കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ പതിവായിട്ടുള്ള കാര്യങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ ഒരു ബാലൻസ്, ഒരു സന്തുലനം സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ വേണം എന്നതാണ് ഈ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. സ്കാലാർ ചെയിൻ, അധികാര ശൃംഖല. ദാറ്റ് മീൻസ് there is a chain of superiors ranking from the ultimate authority to lowest level in an organization. ഒരു സ്ഥാപനത്തിനകത്ത് ഉന്നത തലം മുതൽ കീഴ്ത്തലം വരെയുള്ള അധികാരികളുടെ ഒരു ശൃംഖലയുണ്ട്, ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഉണ്ട്. ഉത്തരവിൻ്റെ ഒരു ചെയിൻ, ഒരു ശൃംഖല നിലനിൽക്കുന്നുണ്ട്. ഈ ചെയിനിനെ പറയുന്ന പേരാണ്, ഈ ചെയിൻ ഓഫ് കമാൻഡിനെ പറയുന്ന പേരാണ് സ്കാലാർ ചെയിൻ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൽ ടോപ്പ് ലെവലാണ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങളിലെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നത്, ഓവറോൾ ഒബ്ജക്റ്റീവ് ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. ഫങ്ഷൻസ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. ഓർഡറുകൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കീഴ്ത്തലങ്ങളിലേക്ക് കൈമാറും, അതായത് ഓർഡേഴ്സ് ആർ മൂവിങ് ഡൗൺവേർഡ്. അതേസമയം കംപ്ലൈൻറ്റുകൾ ഉണ്ടാകാം, ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് പരാതികൾ ഉണ്ടാകാം, അവർക്ക് അവരുടെ സജഷൻസ് ഉണ്ടാകാം. ഇതവർ ഉന്നത തലങ്ങളിലേക്ക് കൈമാറും. അതായത് സജഷൻസ് ഓർ കംപ്ലൈൻറ്റ്സ് ഓർ ഗ്രീവൻസസ് ആർ മൂവിങ് അപ്വേർഡ്. ഇത് രണ്ടും സഞ്ചരിക്കുന്നത് ഒരു കൃത്യമായ ചെയിനിലൂടെയാണ്, കൃത്യമായ ഒരു ചാനലിലൂടെയാണ്. ഒരു സ്ഥാപനത്തിലെ ഒരു വർക്കർക്ക് ഒരു കാര്യം, ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അദ്ദേഹം ബോധിപ്പിക്കേണ്ടത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ അടുത്താണ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റിന് തീരുമാനമെടുക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അത് മിഡിൽ ലെവലിന് കൈമാറും, മിഡിൽ ലെവൽ അത് ടോപ്പ് ലെവലിന് കൈമാറും. അവിടെ നിന്ന് ആ കാര്യത്തെ സംബന്ധിക്കുന്ന തീരുമാനം അതുപോലെ തിരിച്ചു വരും. ടോപ്പ് ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്ക്, പിന്നീട് ലോവർ ലെവലിലേക്ക്, പിന്നീട് വർക്കറുടെ അടുത്തെത്തും. ഇതുപോലെ ഒരു ഓർഡർ പുറപ്പെടുവിക്കുന്ന സമയത്ത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അത് മിഡിൽ ലെവലിന് കൈമാറും, മിഡിൽ ലെവൽ ലോവർ ലെവലിന് കൈമാറും, എന്നിട്ട് അത് ആരുടെ കയ്യിലെത്തും? വർക്കറുടെ കയ്യിലെത്തും. ഒരു സ്കൂളിനകത്ത്
പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ സ്റ്റുഡൻസിനെ കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടി പ്രിൻസിപ്പൽ സാധാരണ കാര്യങ്ങൾ ആർക്ക് കൈമാറും? ക്ലാസ് ടീച്ചേഴ്സിന് കൈമാറും. ക്ലാസ് ടീച്ചേഴ്സ് അത് സ്റ്റുഡൻസിനെ അറിയിക്കും. നേരെ തിരിച്ച് സ്റ്റുഡൻസിന് സ്ഥാപനവുമായി ഓവറോൾ ബന്ധപ്പെട്ട, സ്കൂളുമായി ബന്ധപ്പെട്ട മറ്റു വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് ക്ലാസ് ടീച്ചറോട് ചോദിക്കുന്നു, ക്ലാസ് ടീച്ചർ പ്രിൻസിപ്പലോട് ചോദിക്കുന്നു. ഈ രീതിയാണ് കൈമാറുക. ഇതുപോലെ ഒരു ചാനൽ, ഒരു ചെയിൻ ഓഫ് കമാൻഡ് ഒരു ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്നു. ആ ചെയിനിനെ പറയുന്ന പേരാണ് സ്കലാർ ചെയിൻ. എന്നാൽ ഇതുമൂലമുള്ള കമ്മ്യൂണിക്കേഷന് സാധാരണഗതിയിൽ ചില കാലതാമസം ഉണ്ടാകാം. അതായത് പർച്ചേസ് മാനേജർക്ക് പ്രൊഡക്ഷൻ മാനേജറോട് ഒരു വിവരം അറിയിക്കണം. സ്വാഭാവികമായിട്ടും പർച്ചേസ് മാനേജർ അത് ആദ്യം ടോപ്പ് ലെവലിലുള്ള, പർച്ചേസ് മാനേജർ ഒരു മിഡിൽ ലെവലിലുള്ള പൊസിഷനാണ്, ഉദ്യോഗസ്ഥനാണ്. പർച്ചേസ് മാനേജർ അത് ടോപ്പ് ലെവലിനെ വിവരം അറിയിക്കുന്നു. ടോപ്പ് ലെവൽ അത് പ്രൊഡക്ഷൻ മാനേജർ അറിയിക്കുന്നു. പ്രൊഡക്ഷൻ മാനേജറുടെ റിപ്ലൈ പ്രൊഡക്ഷൻ മാനേജറുടെ അടുത്തു നിന്നും ടോപ്പ് ലെവൽ കളക്ട് ചെയ്യുന്നു. അത് എന്നിട്ട് പർച്ചേസ് മാനേജർക്ക് കൈമാറുന്നു. ഈ രീതിയാണ് കമ്മ്യൂണിക്കേഷൻ. സ്വാഭാവികമായിട്ട് ഇതിന് കുറച്ച് കാലതാമസം എടുക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്കലാർ ചെയിനിലൂടെ ഉണ്ടാകുന്ന കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്ന ഡിലേ ഒഴിവാക്കാൻ വേണ്ടി ഫയോൾ ഒരു സംവിധാനം, ഒരു ടെക്നിക്ക് സജസ്റ്റ് ചെയ്തു. Fayol suggested a short circuiting method to overcome the delay and distortion of message in transmission and it is known as gangplank. ഒന്നുകൂടെ, Fayol suggested a short circuiting method to overcome the delay and distortion of message in transmission. It is known as gangplank. ആശയവിനിമയം നടത്തുമ്പോഴുണ്ടാകുന്ന കാലതാമസവും അതുപോലെ തന്നെ ഡിസ്റ്റോറേഷൻ ഓഫ് മെസ്സേജ്, നമ്മൾ കൈമാറുന്ന ആ സന്ദേശം എന്താണോ അതിന് അപജയം സംഭവിക്കാം. അതിൽ കൃത്യമായ രീതിയിൽ അത് പല തലങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ മെസ്സേജിൻ്റെ കൃത്യമായ ആ ആശയം എന്തായിരുന്നോ അത് കൈമോശം വരാം. അപ്പോൾ അതിൽ അപജയം സംഭവിക്കാതിരിക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഫയോൾ ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് മെത്തേഡ്, ഒരു ബൈപ്പാസ് സംവിധാനം സജസ്റ്റ് ചെയ്തു. ആ സംവിധാനത്തെ പറയുന്ന പേരാണ് ഗാങ്പ്ലാങ്ക്. ഗാങ്പ്ലാങ്ക് അനുസരിച്ച് ഒരേ പദവിയിലുള്ള ആളുകൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടത്താം. ആരുടെ ഇൻ്റർഫിയറൻസ് വേണ്ട? ടോപ്പ് ലെവലിൻ്റെ ഇൻ്റർഫിയറൻസ് വേണ്ട. ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഴ്സൺസ് ഇൻ ദി സെയിം ലെവൽ, ഫയോൾ സജസ്റ്റഡ് എ ഷോർട്ട് സർക്യൂട്ടിംഗ് മെത്തേഡ് നോൺ ആസ് ഗാങ്പ്ലാങ്ക്. അപ്പോൾ ഗാങ്പ്ലാങ്ക് സ്കലാർ ചെയിനിനകത്ത് വരുന്ന ഒരു ഷോർട്ട് സർക്യൂട്ടിംഗ് മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് എന്തിനു വേണ്ടിയാണ്? ഒരേ തലത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സെയിൽസ് മാനേജർക്കും മാർക്കറ്റിംഗ് മാനേജർക്കും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പർച്ചേസ് മാനേജർക്കും പ്രൊഡക്ഷൻ മാനേജർക്കും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ദർ ഈസ് നോ നീഡ് ഓഫ് ഇൻ്റർഫിയറൻസ് ഫ്രം ദി സൈഡ് ഓഫ് ടോപ്പ് ലെവൽ. ഇപ്പോൾ നേരിട്ട് അവർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടി വളരെ വേഗത്തിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഫയോൾ സജസ്റ്റ് ചെയ്ത രീതിയാണ് ഗാങ്പ്ലാങ്ക്. അതല്ലായിരുന്നുവെങ്കിൽ സ്കലാർ ചെയിനിലൂടെ സാധാരണ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? അതിന് ഡിലേ വരാം, മെസ്സേജിൽ ചില ഡിസ്റ്റോറേഷൻസ് സംഭവിക്കാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടുള്ളതാണ് ഈ ഗാങ്പ്ലാങ്ക് എന്നുള്ള സംവിധാനം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എക്സാമ്പിൾ നോക്കുക. ഇതിനകത്ത് ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് എ ആണ്, ടോപ്പ് ലെവൽ. അപ്പോൾ ടോപ്പ് ലെവലിലേക്ക് ഒരു കാര്യം, ആ ടോപ്പ് ലെവലിൽ നിന്നാണ് ഓർഡേഴ്സ് സഞ്ചരിക്കുന്നത്. രണ്ട് വഴികളിലായിട്ട് ഓർഡേഴ്സ് സഞ്ചരിക്കുന്നത് ആ ടോപ്പ് ലെവലിൽ നിന്നാണ്, എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്നാണ്. അപ്പോൾ ഡി എന്ന് പറയുന്ന ആ പൊസിഷന്, ആ ഡി എന്ന് പറയുന്ന പൊസിഷന് ആർ എന്ന് പറയുന്ന പൊസിഷനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുണ്ട് എന്ന് കരുതുക. നിലവിലുള്ള സ്കലാർ ചെയിൻ അനുസരിച്ച് ഡി ആ വിവരം സിയെ അറിയിക്കണം, സി ആ വിവരം ബിയെ അറിയിക്കണം, ബി ആ വിവരം എയെ അറിയിക്കും. എന്നിട്ട് എ അതെന്ത് ചെയ്യും? പിയെ അറിയിച്ച് ക്യൂവിനെ അറിയിച്ച് ആറിൻ്റെ അടുത്തെത്തും. ദെൻ ആറിൻ്റെ റിപ്ലൈ ഇതേപോലെ തിരിച്ചു വരും. ആറിൻ്റെ റിപ്ലൈ ക്യൂവിലെത്തും, പിയിലെത്തും, പിന്നെ എയിലെത്തും, ബിയിലെത്തും, സിയിലെത്തും, ഡിയിലെത്തും. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും ധാരാളം സമയമെടുക്കും. അപ്പോൾ ഇതുമൂലം ഉണ്ടാകുന്ന ഈ കാലതാമസം ഒഴിവാക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടുള്ളതാണ് ഈ ഷോർട്ട് സർക്യൂട്ടിംഗ് മെത്തേഡ് ഗാങ്പ്ലാങ്ക്. അതനുസരിച്ച് ഡിക്കും ആർക്കും ദേ ആർ ബിലോങ്സ് ടു ദി സെയിം ലെവൽ, അവർ ഒരേ പദവിയിൽപ്പെട്ട ആൾക്കാരാണ്, അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്താം. എന്നാൽ ഡിക്ക് പിയുമായിട്ടോ അല്ലെങ്കിൽ ഡിക്ക് എസുമായിട്ടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവർ രണ്ട് തലത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഒരേ പദവിയിലുള്ള ആൾക്കാർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ഗാങ്പ്ലാങ്ക്.
അപ്പോൾ നോക്കുക, സ്കാലാർ ചെയിൻ ആണ് പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളിനകത്ത് വരുന്ന ഒരു ടെക്നിക്ക് മാത്രമാണ് ഇത് ഗാങ് പ്ലാങ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. ഓർഡർ, ക്രമം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദർ മസ്റ്റ് ബി എ പ്ലേസ് ഫോർ എവ്രിതിങ് ആൻഡ് എവ്രി വൺ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ എല്ലാവർക്കും ഒരു നിശ്ചിത സ്ഥാനം ഉണ്ടായിരിക്കണം. ആൻഡ് ദേ മസ്റ്റ് ബി ഓർ ദർ മസ്റ്റ് ബി അവൈലബിൾ ദർ. ഓരോ വസ്തുവിനും ഓരോ വ്യക്തിക്കും ഒരു സ്ഥാപനത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ടായിരിക്കണം. ആ വസ്തുക്കൾ അല്ലെങ്കിൽ ആ വ്യക്തികൾ ആ സ്ഥാനത്ത് അവൈലബിൾ ആയിരിക്കണം. വർക്കിംഗ് ടൈമിൽ ആ വസ്തുക്കളാവട്ടെ ആ വ്യക്തികളാവട്ടെ ആ സ്ഥലത്ത് ലഭ്യമായിരിക്കണം. അതാണ് ഓർഡർ എന്നുള്ള പ്രിൻസിപ്പിൾ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു പൊസിഷൻ, പർച്ചേസ് മാനേജർ ആവട്ടെ, സെയിൽസ് മാനേജർ ആവട്ടെ, അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ടൻ്റ് ആകട്ടെ, അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർ ആവട്ടെ, ഏത് പൊസിഷനിലുള്ള ആളാവട്ടെ, അവർക്ക് പ്രത്യേക സ്ഥാനങ്ങളുണ്ടാകും. ആ സ്ഥാനങ്ങളിൽ അവർ വർക്കിംഗ് ടൈമിൽ അവൈലബിൾ ആയിരിക്കണം. ഒരു സബോർഡിനേറ്റിന് അയാളുടെ സുപ്പീരിയറിനെ കാണേണ്ട ഒരാവശ്യമുണ്ടെങ്കിൽ ആ സുപ്പീരിയർ ഏത് സ്ഥലത്താണോ അവൈലബിൾ ആകുന്നത് അയാൾ ആ സ്ഥലത്ത് ഉണ്ടായിരിക്കണം. സ്ഥാപനം അയാൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണോ അവിടെ അയാൾ ലഭ്യമായിരിക്കണം. ഇതുപോലെ ഓരോ വസ്തുവും, ഒരു മെഷീനാവട്ടെ, ടൂളാവട്ടെ, എക്യുപ്മെൻ്റ് ആവട്ടെ, ആ വസ്തുവിന് അലോട്ട് ചെയ്ത സ്ഥാനം ഏതാണോ അവിടെ അതുണ്ടായിരിക്കണം. ഒരു സബ്സിഡിയറി ബുക്കാവട്ടെ, ആ സബ്സിഡിയറി ബുക്കിന് അലോട്ട് ചെയ്തിരിക്കുന്ന പ്ലേസ് ഏതാണോ അവിടെ ആ ബുക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ വളരെ സ്മൂത്തായി ഓർഗനൈസേഷൻ്റെ റണ്ണിങ് പോസിബിൾ ആകും. ഫയോളിൻ്റെ അഭിപ്രായത്തിൽ ഈ ഓർഡർ രണ്ട് രീതിയിലുണ്ട്. സോഷ്യൽ ഓർഡറും അതുപോലെ തന്നെ മെറ്റീരിയൽ ഓർഡറും. മെറ്റീരിയൽ ഓർഡർ എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെൻറ്റ് ഓഫ് തിങ്സ്. സ്ഥാപനത്തിനകത്തെ വസ്തുക്കൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെഷീൻസോ ടൂൾസോ എക്യുപ്മെൻറ്റ്സോ അല്ലെങ്കിൽ സബ്സിഡിയറി ബുക്സോ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനുള്ള ആ ക്രമീകരണത്തെ പറയുന്നതാണ് മെറ്റീരിയൽ ഓർഡർ. അതേസമയം സ്ഥാപനത്തിലെ ആളുകളുടെ ക്രമീകരണത്തെ പറയുന്നതാണ് സോഷ്യൽ ഓർഡർ. ദാറ്റ് മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് പേഴ്സൺസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് social order. Arrangement of things in an organization is known as material order. So this is the another principle. So we can move into the next one, that is equity. Equity എന്ന് പറഞ്ഞാൽ നീതി, ന്യായം, തുല്യനീതി എന്നൊക്കെയാണ് അർത്ഥം. വിച്ച് മീൻസ് ജസ്റ്റിസ് ആൻഡ് കൈൻഡ്ലിനെസ്. ഒരു സ്ഥാപനത്തിനകത്ത് ഫയോളിൻ്റെ അഭിപ്രായത്തിൽ നിലവിലുണ്ടാകേണ്ട ഒരു കാര്യമാണ് ജസ്റ്റിസ്, നീതി നിലവിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇക്വിറ്റി, തുല്യനീതി നിലവിലുണ്ടായിരിക്കണം. അതായത് സുപ്പീരിയർ ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് സബോർഡിനേറ്റ്സ്. മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരുമായി ഇടപഴകുമ്പോൾ ഇംപാർഷ്യൽ ആയിരിക്കണം, നിഷ്പക്ഷത കാണിക്കണം, ഏതെങ്കിലും ഒരു പക്ഷം ചേരരുത്. ഫേവറിറ്റിസം അല്ലെങ്കിൽ നെപ്പോട്ടിസം ഇത് രണ്ടും കാണിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തോട് പ്രത്യേക താല്പര്യം, ആ വിഭാഗം എന്ത് കുറ്റം ചെയ്താലും അവർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, അവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതേസമയം മറ്റൊരു വിഭാഗം അവരോട് കൃത്യമായ ദേഷ്യം, എതിർപ്പ് കാണിച്ചുകൊണ്ടിരിക്കുക. അവരെത്ര നല്ല കാര്യം ചെയ്താലും അവരെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക, മാത്രമല്ല അവരുടെ മേൽ പല നെഗറ്റീവായ ആക്ഷൻസും എടുക്കുക. ഇത് രണ്ടും ഒഴിവാക്കണം. എ സുപ്പീരിയർ ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് സബോർഡിനേറ്റ്സ്. അതാണ് ഈ പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. തുല്യനീതി, ഒരേ പദവിയിൽപ്പെട്ട ആൾക്കാരോട് ഒരേ രീതിയിൽ പെരുമാറണം, ഈക്വൽ ട്രീറ്റ്മെൻറ്റ് എല്ലാവരോടും. നോക്കുക, നമ്മൾ മുമ്പ് ഫെയർ റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ പഠിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞു റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ആക്സെപ്റ്റബിൾ ടു ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആൻഡ് വർക്കേഴ്സ്. സ്ഥാപനത്തിനും തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും സ്വീകാര്യമായ ഒരു തുകയായിരിക്കണം റെമ്യൂണറേഷൻ എന്ന്. എന്നാൽ ഇതേ റെമ്യൂണറേഷൻ തന്നെ ഒരേ ജോലിക്ക് എല്ലാവർക്കും ഒരേ വേതനം കൊടുക്കണം എന്നാണെങ്കിൽ അത് ഇക്വിറ്റി എന്ന പ്രിൻസിപ്പിളിൻ്റെ എക്സാമ്പിളാണ്. ശ്രദ്ധിക്കേട്ടോ, ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ്, തുല്യ ജോലിക്ക് തുല്യ വേതനം എന്നാണ് പറയുന്നതെങ്കിൽ അത് റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടതല്ല, ഇക്വിറ്റി എന്ന ഈ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരേ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരേ വേതനം കൊടുക്കണം, ആ വേതനം ന്യായമായതായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ആ പ്രിൻസിപ്പിളാണ്, ഫെയർ റെമ്യൂണറേഷനാണ്. എന്നാൽ അത് ഒരുപോലെ ആയിരിക്കണം, ഒരേ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഒരേ വേതനമായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇക്വിറ്റി എന്ന് പറയുന്ന ഈ പ്രിൻസിപ്പിളാണ്. നോക്കുക, ടൈലറുടെ ഡിഫറൻഷ്യൽ വേജ് റേറ്റ് സിസ്റ്റം നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ടൈലർ അതിൽ പറയുന്നത് എന്താണ്? എഫിഷ്യൻറ്റ് വർക്കർ ഷുഡ് ബി ഗിവൺ മോർ, higher rate is to be given to
efficient worker. Then lower rate is to be given to inefficient worker. അപ്പോൾ അവിടെ ടൈലർ എഫിഷ്യൻറ്റ് വർക്കറേയും ഇൻഎഫിഷ്യൻറ്റ് വർക്കറേയും വേർതിരിച്ചു. എന്നിട്ട് എഫിഷ്യൻറ്റ് വർക്കർക്ക് ഹയർ റേറ്റും ഇൻഎഫിഷ്യൻറ്റ് വർക്കർക്ക് കുറഞ്ഞ റേറ്റും കൊടുത്തു. എന്നാൽ ഫയോൾ ഇതിനെതിരാണ്. ഫയോൾ പറയുന്നത് ഒരു പദവിയിലിരിക്കുന്ന ആൾക്കാർ, അവർ എഫിഷ്യൻ്റ് ആവട്ടെ ഇൻഎഫിഷ്യൻ്റ് ആവട്ടെ, പ്രൊഡക്ടിവിറ്റി കൂടിയവരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടത് ഒരേ വേതനമാണ് എന്നതാണ്. അതാണ് ഫയോളിൻ്റെ ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഈക്വൽ പേ ഫോർ ഈക്വൽ ജോബ്, അല്ലെങ്കിൽ സുപ്പീരിയർ ഷുഡ് ബി ഇംപാർഷ്യൽ വൈൽ ഡീലിംഗ് വിത്ത് സബോർഡിനേറ്റ്സ്. മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരുമായി ഇടപഴകുമ്പോൾ ഇംപാർഷ്യൽ ആയിരിക്കണം, യാതൊരു തരത്തിൽപ്പെട്ട ഫേവറിറ്റിസമോ നെപ്പോട്ടിസമോ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ നോക്കാം. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽസ്, തൊഴിൽ സ്ഥിരത. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് എ പേഴ്സൺ, an employee should not be moved from one job to another frequently. ഒരു തൊഴിലാളിയെ, ഒരു ജീവനക്കാരനെ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് സ്ഥിരമായി മാറ്റിക്കൊണ്ടിരിക്കരുത് എന്നതാണ്. സ്വാഭാവികമായിട്ടും പുതുതായിട്ട് ഒരാൾ ഒരു പൊസിഷനിലേക്ക് വരുമ്പോൾ അയാൾക്ക് ആ ജോലിയുമായി പരിചിതമാകാൻ കുറച്ച് സമയമെടുക്കും. സോ adequate time should be given to him to familiarize with that new job. അല്ലാതെ ഒരാളെ കൊണ്ട് ഒരാഴ്ച ഒരു ജോലി ചോദിച്ചു, അടുത്ത ആഴ്ച അയാളെ വേറൊരു ജോലിയിലേക്ക് മാറ്റി, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ജോലിയിലും അയാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ this principle states that adequate time should be given to an employee to familiarize with a job. അതായത് a person, an employee should not be moved from one job to another frequently. ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കരുത്. മാനേജേഴ്സ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് നോട്ട് ബി ഷിഫ്റ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഫ്രീക്വൻ്റ്ലി. അപ്പോൾ സ്ഥിരമായി, അത് മാനേജർമാരെ ആവട്ടെ വർക്കേഴ്സിനെ ആവട്ടെ, ആരെയും എന്ത് ചെയ്യരുത്, സ്ഥിരമായി മാറ്റിക്കൊണ്ട് നോക്കുക. അവിടെ ഫ്രീക്വൻ്റ്ലി എന്നുള്ള വേർഡ് നോക്കുക, സ്ഥിരമായി മാറ്റിക്കൊണ്ടിരിക്കരുത് എന്നതാണ്. എന്നാൽ ഒരു ഓർഗനൈസേഷനകത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം സിസ്റ്റമാറ്റിക്കായ ട്രാൻസ്ഫറുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് പ്രൊമോഷൻസും ഉണ്ടാവും. ഇത് രണ്ടും ഈ പ്രിൻസിപ്പിളിനെതിരല്ല. അപ്പോൾ കൃത്യമായ രീതിയിൽ ഒരു ഓർഗനൈസേഷൻ പ്രോപ്പറായ രീതിയിൽ ട്രാൻസ്ഫർ നടത്തുന്നുണ്ടെങ്കിൽ, സ്ഥലം മാറ്റം നടത്തുന്നുണ്ടെങ്കിൽ അതിന് ഈ പ്രിൻസിപ്പിൾ എതിരല്ല. അതാകാം. പക്ഷേ സാധാരണഗതിയിൽ ഒരു ഓർഗനൈസേഷനകത്ത് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന കാര്യം 2 ആഴ്ച കൂടുമ്പോഴോ 3 ആഴ്ച കൂടുമ്പോഴോ നടക്കുന്ന കാര്യമല്ല, അത് വർഷങ്ങളുടെ ഇടവേളകളിൽ നടക്കുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫറുകളാകാം, അതുപോലെ തന്നെ പ്രൊമോഷൻസ് ആകാം, അതിനൊന്നും ഈ പ്രിൻസിപ്പിൾ എതിരല്ല. എന്നാൽ പ്രത്യേക കാരണങ്ങളില്ലാതെ ഒരു വ്യക്തിയെ മറ്റൊരു ജോലിയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കരുത് എന്നതാണ് ഈ പ്രിൻസിപ്പിൾ. അപ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ടെനർ ഓഫ് പേഴ്സണൽസ്, അവരുടെ സ്ഥാനം സ്ഥിരതയുള്ളതായിരിക്കണം, അവർക്കൊരു തൊഴിൽ സ്ഥിരത നൽകണം എന്നതാണ് ഈ പ്രിൻസിപ്പിൾ. എന്നാലേ അവർക്ക് അവരുടെ കൃത്യമായ പ്രൊഡക്ടിവിറ്റി, അവരുടെ കൃത്യമായ പെർഫോമൻസ് കാണിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രിൻസിപ്പിളിലേക്ക് പോകാം. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ മുൻകൈയെടുക്കൽ. ഒരു കാര്യം സ്വന്തം നിലയ്ക്ക് ചെയ്യാനുള്ള താല്പര്യമാണ് ഇനീഷ്യേറ്റീവ്. അതായത് ഇറ്റ് ഈസ് എ ഫ്രീഡം ടു എക്സ്പ്രസ് ഐഡിയാസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. സ്വാഭാവികമായിട്ടും ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും സ്വന്തം നിലയ്ക്കുള്ള ചില കഴിവുകളുണ്ടാകും. പക്ഷേ പലപ്പോഴും സുപ്പീരിയർ എന്താണോ പറയുന്നത് അതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുന്നവരാണ് സബോർഡിനേറ്റ്സ്. അപ്പോൾ അവർക്ക് അവരുടെ സ്വന്തം നിലയ്ക്ക് അവരുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരുടെ ക്രിയാത്മകത പ്രകടിപ്പിക്കാനോ അവസരം കിട്ടാറില്ല. So this principle states that adequate freedom should be given to subordinates to express their ideas and creativity. അവർക്ക് അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും അവർക്ക് അവരുടെ ക്രിയാത്മകത പ്രകടിപ്പിക്കാനുള്ള അവസരം സ്ഥാപനത്തിൽ നൽകണം, മുൻകൈ എടുക്കാനുള്ള അവസരം നൽകണം, ചില കാര്യങ്ങൾ സ്വന്തം നിലയ്ക്ക് ചെയ്യാനുള്ള അവസരം അവർക്ക് നൽകണം. അപ്പോൾ അവരത് കൃത്യമായ രീതിയിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സ്വന്തം നിലയ്ക്ക് ചെയ്തേക്കാം. അപ്പോൾ അതിനുള്ള ഒരു അവസരം ആ സ്ഥാപനത്തിൽ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ. ടേക്കിംഗ് ഫസ്റ്റ് സ്റ്റെപ്പ് വിത്ത് സെൽഫ് മോട്ടിവേഷൻ. അവർക്ക് അവരിൽ തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുകയാണ്. ആ മോട്ടിവേഷനിലൂടെ അവർക്ക് ആ ജോലി അവർക്ക് ചെയ്യാൻ പറ്റുകയാണ്. ദാറ്റ് മീൻസ് ദി പവർ ഓഫ് തിങ്ക്, ഡെവലപ്പ് ആൻഡ് എക്സിക്യൂട്ട് പ്ലാൻ ഈസ് കളക്റ്റീവ്ലി കോൾഡ് ആസ് ഇനീഷ്യേറ്റീവ്. ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാനുള്ള കഴിവ്, ഒരു ആശയം വികസിപ്പിക്കാനുള്ള കഴിവ്, അത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാനുള്ള കഴിവ്, ഇതിനുള്ള അവസരം ഒരു സ്ഥാപനത്തിനകത്ത് അവർക്ക് നൽകിയിരിക്കണം. ഇതാണ് ഇനീഷ്യേറ്റീവ്, മുൻകൈ എടുക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മുൻകൈ എടുക്കാനുള്ള അവസരം ഒരു സ്ഥാപനത്തിൽ കിട്ടണം. അല്ല എങ്കിൽ മെക്കാനിക്കലായി പോകും. സ്ഥാപനത്തിനകത്തെ വ്യക്തികളുടെ എല്ലാവരുടെയും വർക്ക് മെക്കാനിക്കലായി പോകും. അവർ യാന്ത്രികമായ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്താണോ ബോസ് പറയുന്നത് അതിനനുസരിച്ച് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതായിരിക്കരുത്.
ചെയ്ത് ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടത് അവർക്ക് സ്വന്തം നിലയ്ക്ക് ചില കാര്യങ്ങൾ, അത് പതിവായിട്ടൊക്കെ വരുന്ന ചില കാര്യങ്ങളാണെങ്കിൽ അതിൽ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുത്ത് സ്വന്തമായ പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫ്രീഡം ഒരു ഓർഗനൈസേഷൻ കൊടുക്കണം. എന്നാൽ അവർ ആ സ്ഥാപനത്തോട് കൂടുതൽ ലോയൽറ്റി കാണിക്കും, ആ സ്ഥാപനത്തോട് കൂടുതൽ സപ്പോർട്ട് അവർ കാണിക്കും, ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരും കൂടുതൽ നന്നായി ട്രൈ ചെയ്യും എന്നൊക്കെയാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. നോക്കാം നമുക്ക് ലാസ്റ്റ് പ്രിൻസിപ്പിൾ, എസ്പിരിറ്റ് ഡി കോപ്സ്. ഒരു ഇംഗ്ലീഷ് വേർഡല്ല അത്. എസ്പിരിറ്റ് ഡി കോപ്സ് മീൻസ് ഐക്യം, യൂണിറ്റി. ദാറ്റ് മീൻസ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. ഒന്നിച്ച് നിൽക്കലാണ് ശക്തി. ഒരു സ്ഥാപനത്തിനകത്ത് വേണ്ടത് ടീം സ്പിരിറ്റാണ്, എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള പ്രവർത്തനം. സോ മാനേജ്മെൻറ്റ് ഷുഡ് ട്രൈ ടു ഡെവലപ്പ് എ ടീം സ്പിരിറ്റ് ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇൻ ദി ഓർഗനൈസേഷൻ. പരസ്പര ധാരണ വികസിപ്പിക്കുക, അതിനാവശ്യമായ ശ്രമം നടത്തണം. ടീം സ്പിരിറ്റ് വികസിപ്പിക്കുക, ടീം സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരു സ്ഥാപനത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കണം. ഹാർമണി ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എമംഗ് ദി മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് റിക്വയർഡ്. ജീവനക്കാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകരുത്, ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകരുത്. സമാധാനം, അത്തരം ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് വളരെ ഈസിയായി അച്ചീവ് ചെയ്യാൻ പറ്റും. സ്ഥാപനത്തിനകത്ത് യാതൊരു കുഴപ്പങ്ങളും സ്ട്രൈക്കുകളൊക്കെ പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സ്മൂത്ത് റണ്ണിങ് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വേണ്ടത് കലക്റ്റീവായ ഫങ്ഷനിങ് ആണ്, അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ടീം സ്പിരിറ്റാണ്. ദാറ്റ് മീൻസ് ഡെവലപ്പിംഗ് എ ടീം സ്പിരിറ്റ് ആൻഡ് കോപ്പറേഷൻ. നമുക്കറിയാം എന്താണ് കോപ്പറേഷൻ. വളണ്ടറി വില്ലിങ്, സ്വമേധയാ ജീവനക്കാർ വർക്ക് ചെയ്യാൻ തയ്യാറാകും, അവർ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യാൻ തയ്യാറാകും. അത്തരം ഒരു സാഹചര്യം സ്ഥാപനത്തിൽ ഡെവലപ്പ് ചെയ്യണം. അതാണ് എസ്പിരിറ്റ് ഡി കോപ്സ്. ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ ഈസ് എഗെയിൻസ്റ്റ് ഡിവൈഡ് ആൻഡ് റൂൾ. വിഭജിച്ചു ഭരിക്കുക എന്ന സംവിധാനത്തിന് അല്ലെങ്കിൽ എന്ന രീതിക്ക് എതിരാണ് ഈ പ്രിൻസിപ്പിൾ. എന്താ ഡിവൈഡ് ആൻഡ് റൂൾ? ഒരു ഓർഗനൈസേഷനകത്ത് ബോസ് ഒരു പ്രത്യേക രീതി നടപ്പിലാക്കുക, ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിക്കുക, എ ബി സി ഡി. എ എന്ന ഗ്രൂപ്പിൻ്റെ അടുത്ത് ബിയുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, ബിയോട് എയുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ എയുടെ നെഗറ്റീവ് സൈഡുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. ഈ രീതി ഇങ്ങനെ വിഭജിച്ചു ഭരിക്കുക. അപ്പോൾ ഇത്തരം ഒരു രീതി ബ്രിട്ടീഷുകാരൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന രീതിയാണ്. അപ്പോൾ ഇത്തരം ഒരു രീതി ഒരു ഓർഗനൈസേഷന് നല്ലതല്ല. അത് നിർബന്ധമായിട്ടും സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി, കോപ്പറേഷനോട് കൂടി, ടീം സ്പിരിറ്റോട് കൂടി ഒരു ഓർഗനൈസേഷൻ വികസിപ്പിക്കണം എന്നുള്ളതാണ് എസ്പിരിറ്റ് ഡി കോപ്സ് എന്നുള്ള ഈ പ്രിൻസിപ്പിൾ. അപ്പോൾ ഹെൻറി ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഇവയൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് 2 മാനേജ്മെൻറ്റ് എക്സ്പേർട്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് പഠിച്ചു. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റും അതിൻ്റെ പ്രിൻസിപ്പിൾസും അതിൻ്റെ ടെക്നിക്സും, അതുപോലെ തന്നെ ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. നമുക്ക് ഇവർ 2 പേരുടെയും കോൺട്രിബ്യൂഷൻസ് ഒന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. FW ടൈലർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പ്രൊഡക്ടിവിറ്റിക്കായിരുന്നു, ഉൽപ്പാദനക്ഷമതയ്ക്കായിരുന്നു. എന്നാൽ മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത, നമ്മൾ ഇക്വിറ്റിയൊക്കെ ഉള്ള പ്രിൻസിപ്പിൾ പറഞ്ഞു, മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു മോഡേൺ മാനേജ്മെൻറ്റിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഹെൻറി ഫയോൾ. നമുക്ക് ഇവരുടെ 2 പേരുടെയും കോൺട്രിബ്യൂഷൻസ് ഒന്ന് നോക്കാം. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് ഹെൻറി ഫയോളിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. നമുക്കറിയാം എന്താണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന്. ഉത്തരവിലുള്ള ഐക്യം. അതായത് എ സബോർഡിനേറ്റ് ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം എ സിംഗിൾ സുപ്പീരിയർ ഓൺലി. ഒരു കീഴുദ്യോഗസ്ഥന് ഒരൊറ്റ മേലുദ്യോഗസ്ഥനിൽ നിന്നും മാത്രമേ ഉത്തരവുകൾ ലഭിക്കാവൂ. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾസിലെല്ലാം ഇത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൻറി ഫയോൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ. അതേസമയം FW ടൈലർ ഈ പ്രിൻസിപ്പിളിനെ, യൂണിറ്റി ഓഫ് കമാൻഡിനെ പാർഷ്യലായേ അംഗീകരിക്കുന്നുള്ളൂ. കാരണം നമുക്കറിയാം ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനകത്ത് ഒരു സബോർഡിനേറ്റിന് അല്ലെങ്കിൽ ഒരു വർക്കർക്ക് 8 സൂപ്പർവൈസർമാർ ഒരേ സമയം ഓർഡർ നൽകിക്കൊണ്ടിരിക്കും. അപ്പോൾ പാർഷ്യലായി യൂണിറ്റി ഓഫ് കമാൻഡ് അംഗീകരിക്കുന്നില്ല ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്നുള്ള ടൈലറുടെ കോൺട്രിബ്യൂഷനിൽ. എന്നാൽ അത് കംപ്ലീറ്റ് ആയിട്ട് എതിരല്ല. കാരണം നമ്മൾ പറഞ്ഞതാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനകത്ത് ഈ 8
ആളുകൾ നൽകുന്ന ഓർഡറുകൾ 8 മേഖലകളെ സംബന്ധിക്കുന്നതാണ്, 8 കാര്യങ്ങളെ സംബന്ധിക്കുന്നതാണ്. റൂട്ട് ക്ലർക്ക്, ഇൻസ്ട്രക്ഷൻ ക്ലർക്ക്, അല്ലെങ്കിൽ ഷോപ്പ് ഡിസിപ്ലിനേറിയൻ, അല്ലെങ്കിൽ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഓരോരുത്തരും കൊടുക്കുന്നത് പ്രത്യേക കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷനാണ്. അവ തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. എന്നാൽ യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുള്ള പ്രിൻസിപ്പിൾ കൃത്യമായി, അതായത് കംപ്ലീറ്റായി അവിടെ പാലിക്കുന്നില്ല, പാർഷ്യലായി മാത്രമേ അത് പാലിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവർ തമ്മിലുള്ള കോൺട്രിബ്യൂഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് യൂണിറ്റി ഓഫ് കമാൻഡ് ഹെൻറി ഫയോൾ സ്ട്രിക്റ്റായി ഫോളോ ചെയ്യുമ്പോൾ അത് പാർഷ്യലായി മാത്രമാണ് ഫയോൾ അംഗീകരിക്കുന്നത്. മറ്റൊന്ന് അപ്ലിക്കബിലിറ്റി, ഇതിൻ്റെ പ്രയോഗക്ഷമത, ഇതെവിടെയെല്ലാം നടപ്പിലാക്കാം. ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉള്ളതാണ്, എല്ലാ സ്ഥലത്തും പ്രയോഗിക്കാൻ പറ്റുന്നത്. നമുക്കറിയാം മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എല്ലാം യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉള്ളതാണ്. പക്ഷേ ടൈലറുടെ കോൺട്രിബ്യൂഷന് ചെറിയൊരു മാറ്റമുണ്ട്. അവ പ്രയോഗിക്കുന്നത് സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻസിലാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് ഓഫീസിലും ഫാക്ടറിയിലും ഒരേപോലെ പ്രയോഗിക്കാം. അവ മാനേജ്മെൻറ്റിനും വർക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ടൈലറുടെ കോൺട്രിബ്യൂഷൻ മിക്കവാറും ഫാക്ടറിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്, ഫാക്ടറിയിൽ കോൺസെൻട്രേറ്റഡ് ആണ്. വളരെ ചുരുക്കം കാര്യങ്ങളെ ഓഫീസിലേക്ക് വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സാധാരണ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എടുത്താലും ഡിഫറൻഷ്യൽ പേസ് വേജ് സിസ്റ്റം എടുത്താലും ഏത് പ്രിൻസിപ്പിൾ ആവട്ടെ, ടെക്നിക്ക് ആവട്ടെ, പ്രധാനമായിട്ട് മെത്തേഡ് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി, ഫാറ്റിക് സ്റ്റഡി, ഇതെല്ലാം എടുത്താലും നമുക്കറിയാം ടൈലറുടെ കോൺട്രിബ്യൂഷൻ ഫാക്ടറിയിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻസിൽ ഒതുങ്ങി നിൽക്കുന്നതാണ് ടൈലറുടെ കോൺട്രിബ്യൂഷൻ. എന്നാൽ യൂണിവേഴ്സൽ അപ്ലിക്കബിലിറ്റി ഉള്ളതാണ് ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ബേസിസ് ഓഫ് ഫോർമേഷൻ. എങ്ങനെയാണ് ഇവയുടെ രൂപീകരണം? ഈ പ്രിൻസിപ്പിൾസ് ആവട്ടെ, ടെക്നിക്സ് ആവട്ടെ, ഇവ എങ്ങനെ വികസിപ്പിച്ചെടുത്തു? ഫയോളിൻ്റെ കേസിൽ ഇത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു. അദ്ദേഹം സ്വന്തം നിലയ്ക്ക്, സ്വന്തം അനുഭവത്തിൽ നിന്ന് വികസിപ്പിച്ചെടുത്തവയാണ് ഈ പ്രിൻസിപ്പിൾസ് എല്ലാം. എന്നാൽ നമുക്കറിയാം ടൈലർ ഒരു സയൻറ്റിസ്റ്റിനെ പോലെയായിരുന്നു, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസും ടെക്നിക്സും ഒബ്സർവേഷൻസിലൂടെയും എക്സ്പെരിമെൻറ്റേഷൻസിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. പല പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമായി വികസിപ്പിച്ചെടുത്തവയാണ് ടൈലറുടെ കോൺട്രിബ്യൂഷൻസ്. എന്നാൽ ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുത്തവയാണ്. ഇനി നോക്കുക ഇവരുടെ ഫോക്കസ്, ഇവർ ഏത് മേഖലയിലാണ് കേന്ദ്രീകരിച്ചത്? അതായത് ഹെൻറി ഫയോൾ മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ ഓവറോൾ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഭരണ സംവിധാനം മൊത്തത്തിൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഹെൻറി ഫയോളിൻ്റെ ഉദ്ദേശം. അഡ്മിനിസ്ട്രേഷൻ ലെവൽ മൊത്തത്തിൽ ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നതായിരുന്നു. അതേസമയം ടൈലറുടെ ഫോക്കസ് പോയിൻ്റ് നമുക്കറിയാം. ടൈലർ ഫോക്കസ് ചെയ്തത് എവിടെയാണ്? ഇമ്പ്രൂവിങ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത കൂട്ടുക. അപ്പോൾ ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം ആയാലും അതല്ലെങ്കിൽ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ആയാലും മെത്തേഡ് സ്റ്റഡിയും ഫാറ്റിക് സ്റ്റഡിയും ടൈം സ്റ്റഡിയും ഒക്കെ ഉൾപ്പെടുന്ന സയൻറ്റിഫിക് വർക്ക് സ്റ്റഡി, ഇതൊക്കെ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, മാക്സിമം ഔട്ട്പുട്ട് ഇൻസ്റ്റെഡ് ഓഫ് റെസ്ട്രിക്റ്റഡ് ഔട്ട്പുട്ട്. ഇതാണ് ടൈലർ പറഞ്ഞത്. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതായിരുന്നു ടൈലറുടെ ഉദ്ദേശം. എന്നാൽ ഫയോളിൻ്റെ ഉദ്ദേശം ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഇനി അവരുടെ പേഴ്സണാലിറ്റി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹെൻറി ഫയോൾ ഒരു പ്രാക്ടീഷണറാണ്. അദ്ദേഹം ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ്. അതേസമയം ടൈലറിനെ നമ്മൾ കണക്കാക്കുന്നത് ഒരു സയൻറ്റിസ്റ്റായിട്ടാണ്. ഒബ്സർവേഷൻസും എക്സ്പെരിമെൻറ്റേഷൻസും ഒക്കെ നടത്തുന്ന ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് നമ്മൾ ആരെ കണക്കാക്കുന്നത്? ടൈലറിനെ കണക്കാക്കുന്നത്. ഇനി ഹെൻറി ഫയോളിൻ്റെ കേസിൽ അവരുടെ എക്സ്പ്രഷൻസ്, അതായത് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഹെൻറി ഫയോളിൻ്റെ കോൺട്രിബ്യൂഷൻ. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ്, അതാണ് ഹെൻറി ഫയോൾ. അതേസമയം FW ടൈലർ എന്ന് പറഞ്ഞതോ സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ് FW ടൈലർ. ഇനി ഒരു കാര്യം കൂടെ, അവരുടെ പേഴ്സ്പെക്റ്റീവ്, കാഴ്ചപ്പാട്, ചിന്താഗതി ഏത് രീതിയിലായിരുന്നു? അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, മീൻസ് ടോപ്പ് ലെവലിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുകൾ തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ ആദ്യം നന്നാക്കിയെടുക്കുക എന്നതായിരുന്നു ഹെൻറി ഫയോളിൻ്റെ പേഴ്സ്പെക്റ്റീവ്. അതേസമയം
കീഴ്ത്തലങ്ങളിൽ നിന്ന് കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളതായിരുന്നു FW ടൈലറിൻ്റെ കോൺസെൻട്രേഷൻ. എന്ന് വെച്ചാൽ വർക്കേഴ്സ് ലെവലിൽ നിന്ന്, അതുപോലെ തന്നെ സൂപ്പർവൈസറി ലെവലിൽ നിന്ന്, ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ നിന്ന് അവിടെ കൂടുതൽ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു FW ടൈലറിൻ്റെ കോൺസെൻട്രേഷൻസ്. അപ്പോൾ ഇതാണ് ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് 2 പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് എക്സ്പേർട്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് പഠിച്ചത്. ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.